Good evening, everyone. Uh, Today we discuss about the missing of values and how we can replace or filling missing values using Excel functions. Okay, as a continuation of previous video, today we discuss about filling missing values using Excel function. First of all, we use if function for filling a cell if that cell is blank. So there is a missing value and we will fill with some values like a 0, not applicable, like that. So here we use the average function for filling the particular blank cell with an average value of some range of cells. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ ഈ മിസ്സിങ് ആയിട്ടുള്ള ബ്ലാങ്ക് ആയി കിടക്കുന്ന സെല്ലുകളെ നമുക്ക് ഒരു പ്രത്യേക വാല്യൂ സ്പെസിഫിക് വാല്യൂ വെച്ച് ഫില്ല് ചെയ്യാം. അതാണ് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 0 അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ. ഇനി വേണമെങ്കിൽ നമുക്ക് ആവറേജ് എന്ന ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അവിടെ ഒരു ആവറേജ് വാല്യൂ, ആ കോളത്തിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആ കുട്ടിക്ക്, മിസ്സിങ് ആയ കുട്ടിക്ക് കൊടുക്കാം. കുട്ടിയെന്നല്ല, സെല്ലിന് കൊടുക്കാം എന്നുള്ള രീതിക്ക് നമുക്കൊരു എക്സൽ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈഫ് എന്ന ഫംഗ്ഷൻ്റെ അകത്ത് ആവറേജ് എന്ന ഫംഗ്ഷനും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈഫിൽ നമ്മൾ എന്ത് നോക്കും? A2 എന്ന് പറയുന്ന സെല്ല് ബ്ലാങ്ക് ആണ്. ദെൻ അവിടെ A2 മുതൽ A10 വരെ റേഞ്ചുള്ള വാല്യൂസിൻ്റെ ആവറേജ് വാല്യൂ അവിടെ ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ A2 ബ്ലാങ്ക് അല്ലെങ്കിൽ A2ൽ A2ൻ്റെ വാല്യൂ തന്നെ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി അനദർ മെത്തേഡാണ്. നമ്മൾ എന്ത് ഫില്ല് ചെയ്യും? മുകളിലെ സെല്ലിൽ, ഒരു ബ്ലാങ്ക് സെല്ലിൻ്റെ മുകളിൽ എന്ത് സെല്ലാണോ ആ വാല്യൂ അടിയിലേക്കും കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലാങ്ക് സെല്ല് സെലക്ട് ചെയ്ത് പ്രസ് Ctrl+D അടിക്കുക. ഫിൽ വിത്ത് ദ എബവ് വാല്യൂ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താണ്, പിന്നെ Ctrl+D അടിച്ചു കഴിഞ്ഞാൽ മുകളിലെ വാല്യൂ താഴത്തെ ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ലിലും ഫില്ലാവും. Okay, so that's about the filling missing values using Excel function. Next, we go with the removal of duplicates in Excel. So in the first video, I discussed the importance of removing duplicate values, because we need to avoid redundancy for consistency in the data. Okay, to get consistency in data. അപ്പോൾ removing duplicates help in cleaning data and avoid redundancy. അപ്പോൾ ഡാറ്റ ക്ലീൻ ചെയ്യുന്നതിനും അതേപോലെ തന്നെ റിപ്പീറ്റേഷൻ ഒഴിവാക്കുന്നതിനും, റിഡൻഡൻസി എന്ന് പറയുന്നത് റിപ്പീറ്റേഷനാണ്. ഓക്കെ, അപ്പം അതിന് ഒഴിവാക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ റിമൂവ് ചെയ്യുക. റിമൂവിങ് ഡ്യൂപ്ലിക്കേറ്റ് യൂസിങ് എക്സൽ ടൂൾ. ഒരു എക്സൽ ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിനെ റിമൂവ് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് ഏത് ഡാറ്റ സെറ്റാണോ വേണ്ടത് അതിനെ സെലക്ട് ചെയ്യുന്നു. ഡാറ്റ എന്ന മെനുവിൽ അല്ലെങ്കിൽ റിബണിലെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. അതിനുശേഷം ചൂസ് ദ കോളം ടു ചെക്ക് ഫോർ ഡ്യൂപ്ലിക്കേറ്റ്. എവിടെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ചെയ്യേണ്ടത് ആ കോളം വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ഓക്കെ. അപ്പോൾ ID നമ്പർ ആകുമ്പോൾ എന്താണ്, ആ ID-യിലുള്ള ആൾ തന്നെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പം അതിനാണ് കോളം. ഫുൾ റേഞ്ചിൽ ഏത് കോളത്തിനെ ബേസ് ചെയ്തിട്ടാണ് റിമൂവൽ ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിച്ചാൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്യും. സോ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. സെലക്ട് ദ ഡാറ്റ സെറ്റ്. ഡാറ്റയിൽ നിന്നും റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്, ചൂസ് ദ കോളം ടു ചെക്ക് ഫോർ ഡ്യൂപ്ലിക്കേറ്റ്സ് ആൻഡ് ക്ലിക്ക് ഓക്കെ.
ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെയിം ആൻഡ് ഏജ് ആർ ലിസ്റ്റഡ് ഹിയർ. ആഫ്റ്റർ റിമൂവൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഓൺലി വൺ ആലീസ് വിൽ റിമെയിൻ. അപ്പോൾ ഈ ഒരു കേസിൽ നെയിമിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഡ്യൂപ്ലിക്കേറ്റിനെ തിരയുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് കിട്ടില്ല, 2 ടൈം ആലീസിൻ്റെ റെക്കോർഡ് കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ റിമൂവൽ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് സക്സസ് ആയി. ഇനി നെക്സ്റ്റ് വൺ, ഡ്യൂപ്ലിക്കേറ്റ്സുമായി ബന്ധപ്പെട്ടിട്ട് ഐഡൻറ്റിഫൈ ഡ്യൂപ്ലിക്കേറ്റ്സ് യൂസിങ് കൗണ്ടീഫ്. കൗണ്ടീഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എ ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുൾ എ എന്ന് പറയുന്ന കോളമാണ്. അവിടെ എന്ത് നടക്കണം, കൗണ്ടീഫ് ഈ എ എന്ന കോളം ഫുള്ള് കൗണ്ട് ചെയ്യണം. എ ടു ഗ്രേറ്റർ ദാൻ 1. അതായത് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ കൗണ്ടീഫ് A2 എന്ന സെല്ലിലെ വാല്യൂ എ എന്ന കോളത്തിൽ പിന്നീട് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രേറ്റർ ദാൻ 1നേക്കാൾ വലിയൊരു വാല്യൂ റിട്ടേൺ ചെയ്യും കൗണ്ടീഫ്. മനസ്സിലായോ? അപ്പോൾ ഇത് മൊത്തം എന്തായി, ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള ഒരു എന്താണ് ഇക്വേഷനാണ്. ഓക്കെ, അതായത് കൗണ്ടീഫിന് ഒരു വാല്യൂ ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ആലീസ് പിന്നീട് എ എന്ന് പറയുന്ന കോളത്തിലുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ A2ലാണ് ആലീസ് ഉള്ളത്. അപ്പോൾ അവരുടെ കൗണ്ട് ഈ കേസിൽ 2 കൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ഗ്രേറ്റർ ദാൻ 1 എന്ന ഫോർമുല എന്ത് റിട്ടേൺ ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഫൗണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പം നേരത്തെ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ കൗണ്ടീഫിൻ്റെ ഈ ഒരു ഫോർമുല, കൗണ്ടീഫ് എന്ന ഫംഗ്ഷൻ ഇൻക്ലൂഡ് ചെയ്ത ഫോർമുലയാണ് എന്ത്, ഇത്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ ഇല്ലേ എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ ഡ്യൂപ്ലിക്കേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഹൈലൈറ്റിംഗ് ഡ്യൂപ്ലിക്കേറ്റ്സ് യൂസിങ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്? ഒരു പ്രത്യേക വാല്യൂ റേഞ്ചുകൾ ബേസ് ചെയ്തിട്ട് അവർക്കൊരു പ്രത്യേക കളറിങ് കൊടുക്കുക, അല്ലേ? അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലെ ഹൈലൈറ്റഡ് സെല്ലിൻ്റെ റൂള് എന്തായിരിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടോ എന്നാൽ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് വന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ഹൈലൈറ്റിംഗ് കൊണ്ടുവരാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിലുള്ള റേഞ്ച് ഡാറ്റ സെറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഹോമിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഹൈലൈറ്റ് സെൽ റൂള് ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ റൂൾ എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ വന്നാൽ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് ഓപ്ഷൻ കൊടുത്താൽ. മറ്റേത് ഇന്ന റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഗ്രീന്, യെല്ലോ, റെഡ് അങ്ങനെയുള്ള കളേഴ്സ് വരാം. അപ്പോൾ അതിന് പകരം ഹൈലൈറ്റ് ചെയ്യണം ഡ്യൂപ്ലിക്കേറ്റ് വന്നാൽ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വഴി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടെത്താം. അപ്പോൾ കൗണ്ടീഫ് എന്ന ഫംഗ്ഷൻ വഴി ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് വന്നോ എന്ന് കണ്ടെത്തുന്നത്, പിന്നെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വഴി കണ്ടെത്തുന്നത്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എക്സൽ ടൂൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് റിമൂവലിന് വേണ്ടിയിട്ട്. ഈ 3 കാര്യങ്ങളാണ് ഹാൻഡിലിംഗ് ഡ്യൂപ്ലിക്കേറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റയെ എങ്ങനെയെല്ലാം ട്രാൻസ്ഫോം ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റിനെ കോളമാക്കുക, അതായത് ഒരു സെല്ലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് കോളംസ് ആക്കി മാറ്റുക. അപ്പോൾ ഈ ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട് എന്താണ്, കോമ, സ്പേസ്, ടാബ് തുടങ്ങിയ ഡീലിമിറ്റേഴ്സ്, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കോമ വന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുക, സ്പേസ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ടാബ് സ്പേസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക.
ഓക്കെ നോക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫുൾ നെയിമിൽ നമ്മൾ എന്താ വന്നിട്ടുള്ളത്, സ്പേസ് ആണ്. അപ്പോൾ ജോൺ സ്പേസ് ഡ്യൂ എന്നുള്ള ആ ഒരു ടെസ്റ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ആക്കണം. സ്പ്ലിറ്റ് ആക്കുമ്പോൾ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം എന്നതിലേക്ക് വരണം. അപ്പോൾ ഏതാണോ കോളം അതിനെ സെലക്ട് ചെയ്യുന്നു. ഈ ഡാറ്റ എന്നുള്ള മെനുവിൽ പോയിട്ട് ടെസ്റ്റ് ടു കോളം എന്ന് കൊടുക്കുക. ഡീലിമിറ്റർ എന്താണ്, പിന്നെ അതിൽ സ്പേസ് സെലക്ട് ചെയ്യുക, ഫിനിഷ്. ദെൻ ദ നെയിം വിൽ ബി സ്പ്ലിറ്റ് ഇൻ ടു 2 സെപ്പറേറ്റ് കോളംസ്. ഏതൊക്കെയായിരിക്കും, ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് സിംഗിൾ സെല്ലിലെ വാല്യൂവിനെ ഡബിൾ കോളം അല്ലെങ്കിൽ സെൽ വാല്യൂസ് ആക്കി മാറ്റുന്നത്. അപ്പം അതൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഇനി സെപ്പറേറ്റ് നിൽക്കുന്ന 2-3 സെല്ലുകളെ ഒന്നിപ്പിക്കുന്ന രീതിയാണെന്ത്, മെർജിങ്. അതും ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, മെർജ് ആൻഡ് സെൻറ്റർ ഫോർ ഫോർമാറ്റിംഗ് ഓൺലി. സെലക്ട് ദ സെൽസ്, ക്ലിക്ക് ഹോമിൽ മെർജ് ആൻഡ് സെൻറ്റർ, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൂടെ സെലക്ട് ചെയ്തിട്ട് ഫുൾ നെയിം ആക്കാൻ വേണമെങ്കിൽ നമുക്ക് മെർജ് ചെയ്യാം. നമ്മൾ ഒരുപാട് ടേബിൾ ഹെഡിങ്സ് ഒക്കെ മെർജ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺകാറ്റിനേറ്റ് അല്ലെങ്കിൽ കോൺകാറ്റ് ഫംഗ്ഷനും കൂടെ യൂസ് ചെയ്യാം. ടു മെർജ് ടെസ്റ്റ് ഫ്രം 2 സെൽസ്, 2 സെല്ലുകളിൽ നിന്ന് ടെസ്റ്റ് മെർജ് ചെയ്യാൻ. കോൺകാറ്റിനേഷൻ വഴി മെർജ് ചെയ്യുമ്പോൾ സ്പേസ് ഉണ്ടാവില്ല ഇടയിൽ. അപ്പോൾ സ്പേസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കോൺകാറ്റിനേറ്റ് ചെയ്യാൻ. കോൺകാറ്റിനേഷൻ ഓപ്പറേറ്ററായിട്ട് സിമ്പിളായിട്ട് ആംപർസൻഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒന്നെങ്കിൽ കോൺകാറ്റിനേറ്റ് എന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ആംപർസൻഡ്. അപ്പോൾ A2 ആംപർസൻഡ് സ്പേസ് ആംപർസൻഡ് B2 ഇങ്ങനെ കൊടുക്കാം. അതും അല്ലെങ്കിൽ ഈക്വൽ ടു കോൺകാറ്റിനേറ്റ് A2 സ്പേസ് B2. ഇങ്ങനെ ഈ ഫംഗ്ഷൻ വഴിയും നമുക്ക് എന്ത് ചെയ്യാം, 2-3 സെല്ലിൻ്റെ വാല്യൂസിനെ സിംഗിൾ സെല്ലാക്കിയിട്ട് മാറ്റാം. ഒന്ന് മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ള ടൂള്, രണ്ടാമത്തത് കോൺകാറ്റിനേറ്റ് ഓർ ആംപർസൻഡ് എന്ന സിമ്പിൾ. ഓക്കെ. അപ്പോൾ ഇത്രയും ഒന്ന് നമ്മൾ ഈ ഒരു ഇതിൽ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് എങ്ങനെ മിസ്സിങ് വാല്യൂസ് ഹാൻഡിൽ ചെയ്യാം, അവരെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്യുന്നത് സ്പെസിഫിക് വാല്യൂസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആവറേജ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സെല്ലിൻ്റെ മുകളിലുള്ള സെല്ലിലെ വാല്യൂ വെച്ച് ഫില്ല് ചെയ്യാം, അങ്ങനെ. ഇനി റിമൂവൽ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ്സ്, ഒന്നെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിനെ ഹൈലൈറ്റ് ചെയ്യണം കണ്ടീഷൻ ഫോർമാറ്റിംഗ് വഴി. കൗണ്ട് ഇഫ് എന്ന ഫംഗ്ഷൻ വഴി ആ ഒരു കോളത്തിൽ മറ്റേതെങ്കിലും വാല്യൂ ആവർത്തിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താം. പിന്നെ ഡ്യൂപ്ലിക്കേറ്റിന് ഒരു എക്സൽ ടൂൾ യൂസ് ചെയ്തിട്ടും എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സിൽ ഒന്ന് സിംഗിൾ ഐറ്റം ഡബിൾ സെല്ലുകളായിട്ട് മാറുക, അല്ലെങ്കിൽ മോർ ദാൻ 1 സെല്ലുകളെ ഒന്നിച്ച് മെർജ് ചെയ്യുക. ഇങ്ങനെയുള്ള ടോപ്പിക്സാണ് ഈ ഒരു യൂണിറ്റ് 3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ഇനി ടെസ്റ്റ് ഫങ്ഷൻസ് ആണ് ഫോർ ഡാറ്റ ക്ലീനിങ്. ഡാറ്റ ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഫങ്ഷൻസ്.